ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ വിശദമായി. ദേശീയഗീതമായ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. രാജ്യസഭ ഇന്നലെ അംഗീകരിച്ച ബിൽ ലോക്സഭയും പാസാക്കുകയായിരുന്നു. വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ആത്മാവിന്റെ ശബ്ദമാണ് വന്ദേ മാതരമെന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ അനശ്വര പൈതൃകം ഇതിലൂടെ ശക്തിപ്പെടുമെന്നും ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറഞ്ഞു. माननीय गृह मंत्री जी की ओर से यह प्रस्ताव करता हूं कि राष्ट्र गौरव अपमान निवारण अधिनियम 1971 का संशोधन करने के लिए विधेयक पर राज्यसभा द्वारा पारित रूप में विचार किया जाए. എന്നാൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ബിൽ കാരണമാകുമെന്ന് DMK അംഗം കെ കനിമൊഴി വിമർശിച്ചു. ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ ലോക്സഭ നാളെ വീണ്ടും ചേരും. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പരീക്ഷാ ക്രമക്കേടുകളിൽ സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ഭാവി അപകടത്തിലാകാൻ അനുവദിക്കില്ലെന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബില്ലിനെ സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ച രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പരീക്ഷകളിലെ തെറ്റായ രീതികൾ പൂർണ്ണമായും തടയാൻ നിർദ്ദിഷ്ട ഭേദഗതികൾ ഫലപ്രദമല്ലെന്ന വിമർശനവും ഉന്നയിച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്നലെ പാസാക്കിയിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. മേഖലയിലെ സംഭവ വികാസങ്ങൾ പതിവായി നിരീക്ഷിക്കുന്നതിന് ഏകോപിതവും സമഗ്രവുമായ സംവിധാനം ഒരുക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. നാവികർക്കും കുടുംബാംഗങ്ങൾക്കും വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ സമയബന്ധിതമായി ലഭ്യമാക്കുന്നതിന് സംവിധാനം രൂപീകരിക്കണം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് പ്രവാസി ഇന്ത്യക്കാരെ സംരക്ഷിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാ കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്. നാരീശക്തിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഈ പര്യടനമെന്നും ഓരോ ഇന്ത്യക്കാരനും ഇത് പ്രചോദനമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. आपने इस अभियान से मैं कह सकता हूं कि केवल आपने समुद्र को ही नहीं जीता है, आपने उस सारी रूढ़ियों को भी पराजित किया है जो कभी कहती थी कि हमारी बेटियां ऐसे कठिन सैन्य अभियानों का हिस्सा नहीं बन सकती. आपने सिद्ध किया है फिजिकल कैपेबिलिटी, मेंटल टफनेस और लीडरशिप क्वालिटी किसी जेंडर की मोहताज नहीं होती. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ ജന്തർ മന്ദറിൽ വിന്യസിച്ച റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ വെടിക്കോപ്പ് ഉപയോഗം സംബന്ധിച്ച രേഖകൾ സൂക്ഷിക്കണമെന്ന് സുപ്രീംകോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. ലോഹനിർമ്മിതമായ പെലറ്റ് ഗണ്ണുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കാൻ സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് ആവശ്യപ്പെട്ടു.
ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമൂഹമാധ്യമ പോസ്റ്റ് നീക്കം ചെയ്തതിൽ ഖേദം പ്രകടിപ്പിച്ച് മെറ്റ. ഇതു സംബന്ധിച്ച് സർക്കാരിന് മെറ്റ കത്തെഴുതിയതായും വരും ദിവസങ്ങളിൽ കമ്പനി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നേരിട്ടെത്തി വിശദീകരണം അറിയിക്കുമെന്നും ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക മന്ത്രാലയ സെക്രട്ടറി എസ് കൃഷ്ണൻ പറഞ്ഞു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 6% കുറഞ്ഞതായി വേൾഡ് ഗോൾഡ് കൌൺസിൽ റിപ്പോർട്ട്. ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻവർഷം 139 ടൺ ആയിരുന്ന ഉപഭോഗം ഇത്തവണ 131 ടണ്ണായി താഴ്ന്നിട്ടുണ്ട്. കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചതും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇതിന് കാരണമായതായി കരുതുന്നു. രാജ്യത്തെ ആഭരണ ആവശ്യകത കഴിഞ്ഞ വർഷം 88 ടൺ ആയിരുന്നത് 15% കുറഞ്ഞ് 75 ടണ്ണായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഒഡീഷയിൽ പ്രളയക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. 1,75,000-ലേറെ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി സംസ്ഥാന സർക്കാർ അറിയിച്ചു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. ബാലാസോർ, ഭദ്രക്, ജാജ്പൂർ, മയൂർഭഞ്ച്, കെന്ദുധാർ ജില്ലകളെയാണ് പ്രളയം അതിരൂക്ഷമായി ബാധിച്ചത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് മുൻനിർത്തി വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി അവസാനിക്കും. പുതിയ സീസണിനായുള്ള തയ്യാറെടുപ്പിലാണ് മത്സ്യത്തൊഴിലാളികൾ. ജൂൺ 9-നാണ് കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. കേരളത്തിലെ ശക്തമായ ഫെഡറേഷൻ സംവിധാനവും CDS, ADS അയൽക്കൂട്ട തലങ്ങളിലെ ഫലപ്രദമായ ഏകോപനവുമാണ് കുടുംബശ്രീയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. കൃത്യമായ യോഗങ്ങൾ, സജീവമായ ഉപസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഫലപ്രദമായ സഹകരണം എന്നിവ കമ്മ്യൂണിറ്റി സ്ഥാപനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്ന മികച്ച മാതൃകകളാണെന്ന് ദേശീയ സംഘം നിരീക്ഷിച്ചു. ഡിജിറ്റൽ ഭരണ സംവിധാനത്തിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 4 ദിവസത്തെ ശില്പശാലയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുകൾ പ്രവർത്തനാനുഭവങ്ങൾ അവതരിപ്പിക്കും. തുടർന്ന് ശുപാർശകൾ കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെയും സംസ്ഥാന ഗ്രാമീണ ഉപജീവന മിഷനുകളുടെയും തുടർ നടപടികൾക്കായി സമർപ്പിക്കും. കൻവർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി. ഹരിദ്വാർ, ഗോമുഖ്, ഗംഗോത്രി തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലൂടെയുള്ള തീർത്ഥാടനത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 11-നാണ് കൻവർ യാത്രയ്ക്ക് സമാപനമാകുക. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണം ഉൾപ്പെടെ 15 മെഡലുകളുമായി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ ഇന്ത്യയുടെ നീരജ് ചോപ്ര ഫൈനലിൽ കടന്നു. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. പുരുഷന്മാരുടെ 100 മീറ്റർ T47 ഫൈനലിൽ ഇന്നലെ ദിലീപ് മഹാദു സ്വർണവും മുഹമ്മദ് ബേസിൽ വെള്ളിയും നേടി. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ മലയാളി താരം M. ശ്രീശങ്കറിന് മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദനം രേഖപ്പെടുത്തി. അമേരിക്കയും ഇറാനും വീണ്ടും മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ വ്യാപിക്കുമെന്ന ആശങ്ക. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെയുണ്ടായ ഇറാൻ മിസൈൽ ആക്രമണത്തിന് മറുപടിയായാണ് US ഇറാനിൽ വ്യാപക വ്യോമാക്രമണം നടത്തിയത്. സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. കിഴക്കൻ കോങ്കോയിൽ എബോള രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1500 കവിഞ്ഞു. ഒരാഴ്ചക്കിടെ മരണസംഖ്യയിൽ 50% വർധനയാണുണ്ടായത്. പുതുതായി 3442 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതിയുടെ പ്രത്യേക യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം ഏപ്രിൽ ജൂൺ കാലയളവിൽ മുൻ വർഷത്തേക്കാൾ 6% കുറഞ്ഞതായി റിപ്പോർട്ട്. ഗ്രാമീണ ഉപജീവന ദൌത്യങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയം
കൊച്ചിയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ ശില്പശാലയിൽ ശ്രദ്ധ നേടി കേരളത്തിന്റെ കുടുംബശ്രീ ദൌത്യം. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 15 മെഡലുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. നീരജ് ചോപ്ര ഉൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ജാവലിൻ ത്രോ ഫൈനലിലേക്ക് യോഗ്യത നേടി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.